കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ആദ്യം മുതലേ പറഞ്ഞ RSSന്റെ പരിപൂർണമായ കരാളഹസ്തങ്ങളിൽ ഈ വിഷയം എന്താ പറയാ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പും അതിനപ്പുറം ഒരു ഇഞ്ച് മുഖ്യമന്ത്രിക്ക് നീങ്ങാൻ കഴിയില്ല. SFIയുടെ തീരുമാനം വരുന്നുണ്ട്, ഒന്നും വരാനില്ല. നമുക്കറിയാം ഏത് തലത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് BJPയുടെ ഏറ്റവും വളരെ സംസ്ഥാനത്തെ വളരെ ഉന്നതനായ ഒരു നേതാവ് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ട്രെയിനിലുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ചെറിയൊരു സൗഹൃദമുള്ള വ്യക്തി കൂടിയാണ്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അന്ന് കേരളത്തിലെ രാഷ്ട്രീയം ഞങ്ങളൊരു 3-4 മണിക്കൂർ ഏതായാലും ഫ്രീ ആണ് ഇരുന്ന് സംസാരിച്ച. അന്ന് അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ നോക്കിക്കോ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ നിങ്ങളുടെ CPM ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടി CPMനെ കൈവിട്ടാൽ പിന്നീട് ഞങ്ങൾ തമ്മിലൊരു ധാരണയിൽ പോകും. 2026 തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു 5 തൊട്ട് 10 സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ധാരണയുണ്ടാക്കും. ഞങ്ങളുടെ ലക്ഷ്യം 2031 ഭരണമാണ്. അത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പാ. ഞാൻ ഓരോ ഘട്ടത്തിലും ഇതിങ്ങനെ ആ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് ഞാനിങ്ങനെ റീവൈൻഡ് ചെയ്ത് കേൾക്കും. അതേ സ്റ്റെപ്പിലൂടെയാണ് ഇപ്പോ CPM യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം തുടങ്ങിയതാണ് ഈ ന്യൂനപക്ഷ വിരോധം ആവർത്തിച്ച് CPMന്റെ പല ലീഡർഷിപ്പും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഈ വിഷയത്തിൽ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ശശിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുന്ന ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റതിരിഞ്ഞ് മാറി നിന്നപ്പോ ആദ്യം പറഞ്ഞെന്താ, എന്റെ സമ്മേളനങ്ങളിൽ മുഴുവൻ പങ്കെടുക്കുന്ന ആളുകൾ ഈ പറയുന്ന മുസ്ലിം തീവ്രവാദികളാണ്. 1000-ങ്ങളും 10,000-ങ്ങളും പങ്കെടുത്ത മീറ്റിങ്ങുകളിൽ അതൊക്കെ മുസ്ലിം തീവ്രവാദികൾ. അത് കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും അവസാനം വയനാട്ടിലെ സംഭവം എന്താ? 2 ദിവസം മുമ്പ് പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ് എത്ര ഗൗരവതരമാണ്. അവിടെ വോട്ട് ചെയ്ത കേരളത്തിൽ CPMനല്ലാതെ വോട്ട് ചെയ്യുന്ന എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് പച്ചക്ക് പറയല്ലേ, വളരെ പച്ചക്ക്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു മറയുമില്ലാതെ പറയാണ്. ഹിന്ദുത്വ തീവ്രവാദത്തെ CPMനോട് അടുപ്പിക്കാൻ ഓരോ ഗ്യാപ്പും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 7 മാസമായിട്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPMന്റെ നേതാക്കന്മാർ. മെക്സവനുമായി ബന്ധപ്പെട്ടുണ്ടായ സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പ്രതിഫലിച്ചത്? ഇത്ര പച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആരെങ്കിലും കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണ് എന്ന് പറയുന്ന ഒരു ഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? RSSന്റെയും BJPയുടെയും നേതാക്കന്മാർ പറയാൻ മടിക്കുന്ന വാക്കുകൾ, അത് ഇവിടുത്തെ CPMന്റെ ലീഡർഷിപ്പ്, അതും ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ ആവർത്തിച്ച് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് പോവാണ്. ഒരാൾ പ്രതികരിച്ചോ? ഇവിടെ ജലീൽ എവിടെ പോയി? ജലീൽ കുറെ വീമ്പളക്കിയിരുന്നല്ലോ, കുറെ പോസ്റ്റൊക്കെ ഇട്ടിരുന്നല്ലോ ഈ അജിത് കുമാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. എന്താണ് ജലീലിന്റെ നിലപാട്? പാർട്ടിയുടെ വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ലെങ്കിലും പോലീസിന്റെ വിഷയത്തിൽ PV അൻവറിനോടൊപ്പമാണ് ഞാനെന്ന് പറഞ്ഞ് നിരന്തരമായി പോസ്റ്റ് ഇട്ടിരുന്ന വ്യക്തിയാണ് ശ്രീ KT ജലീൽ. കാണാനില്ലല്ലോ, ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ നടന്നിട്ടൊരു മറുപടിയില്ലല്ലോ. അപ്പോ എന്തുകൊണ്ടാണ് ജലീൽ സൈലന്റ് ആയത്? ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പോ സഖാവ് വിജയരാഘവന്റെ പ്രസ്താവന കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ജലീൽ കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ.
PT റഹീം കമ്മ്യൂണിസ്റ്റുകാരനാണോ? വി അബ്ദുറഹ്മാൻ മന്ത്രി. ഞങ്ങളൊക്കെ ജയിച്ചത് എങ്ങനെയാ? ഞങ്ങൾ ജയിച്ചത്, ഇവിടുന്ന് ജയിച്ചു കയറിയത് ഇടതുപക്ഷത്തിന്റെ വോട്ടിനപ്പുറം, അല്ലെങ്കിൽ CPMന്റെ വോട്ടിനപ്പുറം ഈ നാട്ടിലെ മതേതര വിശ്വാസികളും മതന്യൂനപക്ഷങ്ങളും അടങ്ങുന്ന UDFനോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ട് കൂടി കിട്ടിയിട്ടാണല്ലോ ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് ജയിച്ചു വരുന്നത്. ആ സമൂഹത്തെ ഒന്നടങ്കം വർഗീയവാദികൾ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാനുള്ള ബാധ്യതയെങ്കിലും ഈ അബ്ദുറഹ്മാനും ഈ ജലീലിനും ഈ PT റഹീമിനില്ലേ? എന്താരും ഒന്നും ഉണ്ടാത്തത്? അല്ല, ഇത് ജനം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഘട്ടം നിങ്ങൾ നോക്കണം. ഒരു വാക്ക് ഉച്ചരിച്ചാൽ, ഇപ്പോ ഇന്ന് വയനാട്ടിലെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആരാ സെക്രട്ടറി? ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരം നടന്ന് ഗഗാറിൻ ഔട്ടായി. ചെറുപ്പക്കാരനായ റഫീഖ് സെക്രട്ടറി. എന്താ കാര്യം? ഈ ADGP അജിത് കുമാറിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞ നിലപാട് ശരിയാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് വയനാടിലെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് ഗഗാറിൻ. ചൂരൽമല വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ അനാവശ്യമായ ഇടപെടലും ലാത്തിച്ചാർജും, ഭക്ഷണപ്പരയിൽ പോലീസിന്റെ കയ്യേറ്റങ്ങൾ തുടങ്ങി ജനങ്ങൾക്കുണ്ടാക്കിയ നിരവധി വിഷയങ്ങളിൽ പോലീസിനെതിരെ അദ്ദേഹം സംസാരിച്ചിരുന്നു. അതിന്റെ വാർത്തകൾ എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം. അന്ന് റിപ്പോർട്ട് വന്നത്. അത് നേരെ ഇപ്പൊ എന്തായി? അതാണ് ഞാൻ പറഞ്ഞത്. പിണറായിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ അത് പറയുന്ന ബ്രാഞ്ച് തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെ ചെറുവിരൽ അനക്കിയാൽ അത് പാർട്ടിയിലുണ്ടാവില്ല. സഖാവ് യെച്ചൂരി മരിച്ചിട്ട് മാസങ്ങൾ എത്രയായി? നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ദേശീയ സെക്രട്ടറി ഇല്ല. എന്താ ഇല്ലാത്തത്? എന്താ തീരുമാനിക്കാൻ ബുദ്ധിമുട്ട്? പിണറായിക്ക് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ എനിക്ക് ആരെയാണ് 100% വിശ്വസിക്കാൻ കഴിയുന്നൊരു വ്യക്തി എന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പൊ കൺഫ്യൂഷനില്ല. അതിന്റെ അകത്ത് പലതും നടക്കുന്നുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കേൾക്കുന്നു കാണുന്നൊക്കെ ഉണ്ടല്ലോ. ഇരിക്കുന്ന കസാരയെ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് സഖാവ് പിണറായി വിജയൻ നീങ്ങുകയാണ്. അപ്പൊ എവിടെ ഒരു അപശബ്ദം കേട്ടാൽ ആ അപശബ്ദങ്ങളെ മുഴുവൻ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഈ പാർട്ടി സമ്മേളനത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വയനാട്ടിലെ സഖാവ് ഗഗാറിൻ. അപ്പൊ ഞാനിത് മൊത്തത്തിൽ ഇത് പറഞ്ഞു വന്നത്, കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട, ഞാൻ നൽകിയ പരാതിയിൽ ഒരു നീതിയും കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു മേഖലയിലും നമുക്കൊരു നീതിയും ലഭ്യമാകില്ല. ഇതിനി ജനങ്ങള് ഇതിനെങ്ങനെ നേരിടണം എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ തീരുമാനിച്ചതിന്റെ ലക്ഷണങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടു. വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട്, ഈ പറയുന്ന പാലക്കാടത്തെ വോട്ട്, ചേലക്കരയിലുണ്ടായ CPM നഷ്ടപ്പെട്ട 30,000-ഓളം വോട്ട്. അപ്പൊ ജനം ഇത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല.